أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واتقوا فتنة لا تصيبن الذين ظلموا منكم خاصة واعلموا أن الله شديد العقاب. വളരെയധികം പ്രാധാന്യവും അതുപോലെ തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ബന്ധപ്പെട്ടതുമായ വിഷയമാണ്. ഫിത്ന എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഷാപരമായ അർത്ഥം അറബി ഡിക്ഷണറികളിൽ കാണുന്നത് സ്വർണത്തിൽ നിന്ന് മറ്റുള്ളവ നീക്കം ചെയ്യാൻ അതിനുവേണ്ടിയുള്ള പല പ്രവർത്തനങ്ങളും നമ്മുടെ നാട്ടിൽ ആളുകൾ സ്വർണ്ണക്കടയിലൊക്കെ ചെയ്യുന്നതറിയാം. അത് ഒറിജിനൽ സ്വർണമാണോ എന്ന് നിർണയിക്കാനുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനാണ് യഥാർത്ഥത്തിൽ ഫിത്ന എന്ന് പറയുന്നത്. അപ്പൊ ഭാഷാപരമായ അർത്ഥത്തിൽ അങ്ങനെയാണെങ്കിലും അതിന് സാങ്കേതികമായി ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ ഫിത്ന എന്ന് പറയുമ്പോഴും നമ്മൾ പറയാറുണ്ട് പരീക്ഷണത്തിന്റെ അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ നരകത്തിന് ഫിത്ന എന്ന് ഉപയോഗിച്ചു, അതുപോലെ തന്നെ കുഴപ്പത്തിന് ഫിത്ന എന്ന് ഉപയോഗിച്ചിരിക്കുന്നു, ആളുകളെ ശിക്ഷിക്കുന്നതിന് ഫിത്ന എന്ന് ഉപയോഗിക്കുന്നു. ഏതൊക്കെ അർത്ഥത്തിനായാലും രണ്ടർത്ഥമാണ് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ ഫിത്ന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ രണ്ട് അർത്ഥം ഉപയോഗിക്കുമ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് ഫിത്നകളിലും അറിഞ്ഞോ അറിയാതെയോ പെട്ടുപോയ ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ബൈന യദൈ സ്സാഅ ഫിത്ന കഖിതഇൽ ലൈലിൽ മുദ്ലിം. അന്ത്യനാളിനോടനുബന്ധിച്ച് ഫിത്നകൾ ഉണ്ടാകും. അത് മനുഷ്യന് അന്ധകാരമായ ഊരിരുൾ മുറ്റിയതായിരിക്കും. അത് മനുഷ്യന് തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു 3 പ്രാവശ്യം ഒരു ഉപദേശം നൽകി. എന്താണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ എന്ന് പറയുമ്പോൾ മൻ ജന്നബൽ ഫിത്തൻ, മൻ ജന്നബൽ ഫിത്തൻ, മൻ ജന്നബൽ ഫിത്തൻ. ഈ ഫിത്തനകളിൽ നിന്നെല്ലാം അകന്നിൽക്കുകയും അങ്ങനെ തന്റെ വിശ്വാസവും തന്റെ ആദർശവുമായി യാതൊരു രാജിയും വെക്കാതെ അല്ലാഹുവിന്റെ ദീനിനെ വളരെ സംശുദ്ധമായി നിഷ്കളങ്കമായി പടച്ച തമ്പുരാന്റെ മുമ്പിൽ എത്തുന്നതുവരെ ക്ഷമയോടെ ജീവിക്കുന്നവനാകുന്നു സത്യവിശ്വാസി. സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വന്നത് പ്രവാചകന്റെ ആഗമനം തന്നെ അന്ത്യനാളിന്റെ ഒരു അടയാളമായിരുന്നു. നബി ഒരിക്കൽ പറഞ്ഞു, രണ്ട് വിരലുകൾ അടുപ്പിച്ചുകൊണ്ട് നബി പറഞ്ഞു, ഞാനും അന്ത്യനാളും എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതുപോലെ അടുത്തതാണ്. ഈ രണ്ട് വിരലുകളെയും പ്രവാചകൻ അടുപ്പിച്ചു വെച്ചു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അന്ത്യനാളിനോട് പ്രവാചകന്റെ സമുദായം അവസാനത്തെ സമുദായമാണ്. അപ്പൊ തന്നെ അതൊരു തെളിവാണ്. പ്രവാചകൻ അവസാനത്തെ പ്രവാചകനാണ്. പ്രവാചകന് നൽകപ്പെട്ട വേദഗ്രന്ഥം അവസാനത്തെ വേദഗ്രന്ഥമാകും. പ്രവാചകന് ശേഷം ഒരു ശരീഅത്തില്ല, പ്രവാചകന്റെ ശേഷം ഒരു പ്രവാചകനില്ല. അപ്പൊ അതിന്റെ അർത്ഥം തന്നെ എന്താണ്? പടച്ച തമ്പുരാന് 1,24,000 പ്രവാചകന്മാരെ അയക്കുകയും അവസാനത്തെ ഖാത്തമുൻ നബിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയക്കുകയും ചെയ്തപ്പോ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാം, ഈ കാലം അധികമില്ല, ഇനി അധികം സമയമില്ല. ഇനി അവനവന്റെ ജീവിതവുമായി മല്ലിടുന്ന അതേ അവസ്ഥയിൽ നമ്മുടെ യഥാർത്ഥ ജീവിതവുമായി നമ്മൾ മല്ലിടാറുണ്ടോ? നമ്മുടെ ഈ ഫിത്നയിലൊക്കെ അകപ്പെട്ട് നമ്മുടെ ഈമാൻ നശിച്ചു പോവുകയും ആ ഈമാനിന് യഥാർത്ഥത്തിൽ കോട്ടം തട്ടുകയും ചെയ്താൽ അതാണ് ഞാൻ പറയുന്നത് ഭാഷാപരമായ അർത്ഥം നമ്മൾ ഇവിടെ നിന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഈമാൻ കൃത്യമായിട്ടുള്ളതാണോ, അതിന് ഫിത്ന വന്നിട്ടുണ്ടോ ഇത് പരിശോധിക്കുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ അവസ്ഥ നമുക്ക് വെളിവാകാം. എന്താണ് നമ്മുടെ അവസ്ഥ? ഫിത്നെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയുടെയും രണ്ടർത്ഥമാണ്. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ വിധത്തിലാണ് ഫിത്ന വരുന്നത്? നിങ്ങളുടെ കുട്ടികളും അതുപോലെ തന്നെ നിങ്ങളുടെ സമ്പത്തും നിങ്ങൾക്ക് ഫിത്നയാണ്. അത് വിശുദ്ധ ഖുർആനിൽ കാഴ്ചപ്പാട് നോക്കണം.
എന്ന് വെച്ചാൽ നമ്മുടെ ഈ സമ്പത്തും അതുപോലെ തന്നെ മറ്റുള്ളതുകൊണ്ടൊക്കെ അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് നമ്മൾ അകന്നു മാറിയാൽ നമ്മുടെ എല്ലാ കാര്യം പോയി. ഖുർആൻ പറഞ്ഞു, റിജാലുൻ ലാ തുൽഹീഹിം തിജാറതു വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് വഇഖാമിസ് സ്വലാത്തി വഇതാഇ. ഒരു ആളുകളെ പറ്റി വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണ്? അവരെ അനുമോദിക്കുകയാണ്, ആശീർവദിക്കുകയാണ്. ലാ തുൽഹീഹിം തിജാറതു വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. അള്ളാഹുവിനെ എന്ന് വിളി കേൾക്കുമ്പോൾ അവരുടെ കച്ചവടം ഓർക്ക് പ്രശ്നമല്ല. അപ്പൊ സുബഹിയുടെ വാങ്ക് കൊടുക്കുമ്പോൾ ഉദപ്പ് പ്രശ്നമല്ല, ഉറക്കം പ്രശ്നമല്ല, അതുപോലെ തന്നെ ക്ഷീണം പ്രശ്നമല്ല. നേരത്തെ വൈകി വന്ന് ഉറങ്ങിയതൊക്കെ ആയിരിക്കും. പക്ഷേ സുബഹി വാങ്ങിയ സഹോദരങ്ങളെ ആ സമയത്ത് എഴുന്നേറ്റ് നമസ്കരിച്ചില്ലെങ്കിൽ പിന്നെ ആ നമസ്കാരത്തിന് പ്രസക്തിയില്ല. നമ്മൾ മനസ്സിലാക്കുന്നത് ഉഹിയത്ത് അറക്കാന്ന് പറഞ്ഞാൽ അത് നമസ്കാര ശേഷം മുമ്പ് കൊടുത്താലോ 1 കിലോ ഇറച്ചി കൊടുക്കുന്നുള്ള കൂലി ഉണ്ടാവുള്ളൂ. അതാണ് സുബഹി നമസ്കാരത്തിന്റെ കാര്യം. പക്ഷേ ഫിത്ന വന്നപ്പോൾ നമ്മൾ കുടുങ്ങിപ്പോയി, രക്ഷയില്ല. നമ്മുടെ സമ്പത്ത്, ആ സമ്പത്ത് നമ്മൾ വിയർപ്പുള്ളികൾ ഏറ്റുവാങ്ങി അധ്വാനിച്ച് നമ്മൾ ഉണ്ടാക്കിയതിന്റെ, പക്ഷേ അത് കൊടുക്കണം എന്ന് പറയുന്ന ഒരു ഫിത്ന, അള്ളാഹിന്റെ പരീക്ഷണം. ആ പരീക്ഷണത്തിൽ വിജയിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അതുപോലെ തന്നെ ശറഇന്റെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമ്മുടെ സ്വന്തം അഭിപ്രായങ്ങൾ നമ്മൾ പറയും. ആ അള്ളാഹുവിന്റെ അഭിപ്രായങ്ങൾ അവിടെ വെക്കുകയും നമ്മുടെ അഭിപ്രായങ്ങൾക്ക് മുൻതൂക്കം നൽകുകയും ചെയ്യും. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ആലോചിച്ചാൽ ഞാൻ നിങ്ങളും എല്ലാവരും ഈ മഹാഫിത്നയിൽ പെട്ടുപോയി. ഇങ്ങനെ ഫിത്നയിൽപ്പെട്ട ആളുകൾക്ക് നരകമായിരിക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മൊത്തത്തിലുള്ള ഫിത്നയിൽ നിന്ന് നബി ഒരിക്കൽ പറഞ്ഞു, തഅവ്വദൂ ബില്ലാഹി മിനൽ ഫിത്ന. നിങ്ങൾ അള്ളാഹുവിനോട് എല്ലാ ഫിത്നകളിൽ നിന്നും ശരണം തേടണം, രക്ഷ തേടണം. പടച്ചു തമ്പുരാനെ എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ എന്ന് ഈ ഭീകരമായ, ഈ വിനാശകാരികളായ പല ഫിത്നകളും നമ്മുടെ കുട്ടികളെ പറ്റി, ഭാര്യമാരെ പറ്റി ഫിത്നയാണ്. ഇങ്ങനെ ജീവിതത്തിൽ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരു ഫിത്ന ഇല്ലെങ്കിൽ മറ്റൊരു ഫിത്നയിൽ. ഇന്നത്തെ യുവാക്കളുടെ ഫിത്ന എന്താണ്? വെറുതെ നേരം പോക്കിന് ഗെയിമുകൾ കളിക്കുന്ന ഫിത്നയാണ്. അതുപോലെ തന്നെ നമുക്ക് അള്ളാഹു നൽകിയ പല പല ഉപകരണങ്ങൾ വേണ്ടാത്ത രൂപത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നു. കാരണം ഫിത്ന എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവിതത്തിൽ അവനെ പരീക്ഷിക്കുകയാണ്. എന്താണ്? ഇവന് അള്ളാഹുവിനെ ഭയപ്പെട്ടിട്ട് ജീവിക്കാൻ കഴിയുന്നുണ്ടോ, അതോ അള്ളാഹിനെ അല്ലാതെ മറ്റുള്ളവരെ ഭയപ്പെട്ട് ജീവിക്കുന്നുണ്ടോ? ഇവൻ പടച്ചു തമ്പുരാന്റെ മുമ്പിൽ അവന്റെ ശഹവത്ത് അടിയറവെക്കുന്നുണ്ടോ, അതല്ല ഈ ദുനിയാവിന്റെ ശഹവത്തിന്റെ പിന്നാലെ പോകുന്നുണ്ടോ? അതൊരു ഫിത്നയാണ്. എന്ന് വെച്ചാൽ പരീക്ഷണമാണ്. ഈ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെട്ടാലും പക്ഷെ മറ്റൊരു പരീക്ഷണമുണ്ട്. പറഞ്ഞില്ലേ, നമ്മൾ വാങ്ങി വിളിക്കുമ്പോൾ അതുപോലെ തന്നെ സഹോദരങ്ങളെ ഇസ്ലാമിന്റെ ഒരു ആദർശവും ഒരു കാര്യം വരുമ്പോൾ അവന്റെ ദീനവും ബുക്കും ദുനിയാവിന്റെ നശ്വരമായ നൈവിഷികമായ കേവല താല്പര്യങ്ങൾക്ക് പകരമായി അവൻ വിൽക്കും. വിറ്റില്ലേ? നമ്മൾ എത്ര പ്രാവശ്യം അല്ലാഹുവിന്റെ ദീൻ വിറ്റ് കച്ചവടമാക്കി. നമ്മുടെ ദേഹേച്ഛക്ക് വിരുദ്ധമായ സംഗതികൾ ഇസ്ലാദീന് പറയുമ്പോൾ ഉറങ്ങാൻ തന്ന സമയത്ത് ആ ടൈം കഴിഞ്ഞാൽ നിങ്ങൾ ഉണരണമെന്ന് പറയുമ്പോൾ നമുക്ക് ഉണരാൻ കഴിയുന്നില്ല. പറഞ്ഞൊരു കാലം വരും, പകൽ മുസ്ലിമായിരിക്കും, പക്ഷേ സന്ധ്യാസമയത്ത് അവൻ കാഫിറായിട്ടുണ്ടാവും. സന്ധ്യയിൽ സന്തോഷത്തിൽ മുസ്ലിമായവൻ പകൽ കാഫിറായിട്ടുണ്ടാവും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മറ്റൊരു ഫിത്നയെ പറ്റി പറഞ്ഞു, വളരെ ഹദീസുകളൊക്കെ സൂറത്ത് അൻഫാലിൽ വചനം ഞാൻ പറഞ്ഞല്ലോ, അൻഫാലിലെ ഒരു വചനം, ഒരു കുഴപ്പത്തിൽ നിങ്ങൾ ഭയപ്പെടണം. ലാ തുസീബന്നല്ലദീന വലമൂ മിൻകും ഖാസ്സ. അത് നിങ്ങൾ ആ ഫിത്ന ഉണ്ടാക്കിയ ആളുകൾക്ക് മാത്രമല്ല ബാധിക്കുക. വഅലമൂ, നിങ്ങൾ മനസ്സിലാക്കണം, അന്നല്ലാഹു ശദീദുൽ ഇഖാബ്, അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവരാകുന്നു. ഈ ഫിത്നയെ പറ്റിയാണല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല, തഖൂമു സ്സാഅ ഹത്താ തഖ്തസില ഫിഅതാനി അളീമതാനി ഫിൽ ഇസ്ലാം. രണ്ട് വിഭാഗങ്ങൾ, ഇസ്ലാമിൽപ്പെട്ട മുസ്ലിങ്ങളിൽപ്പെട്ട രണ്ട് വിഭാഗങ്ങൾ മഹായുദ്ധം ചെയ്യും. അതുവരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാളിന്റെ ഞാൻ പറഞ്ഞു
അടുത്ത് വന്ന ഒരാളാണ്. ആ പ്രവാചകൻ കുറെ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്, പ്രവചനങ്ങൾ. എന്ന് വെച്ചാൽ അന്ത്യനാളിന്റെ തൊട്ട്